ടെസ്ലയെ വെല്ലുന്ന റേഞ്ചും പ്രൈസും. അതെ, പറഞ്ഞു വരുന്നത് ഹ്യുണ്ടായ് റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത അയോണിക് 5ന്റെ ഫേസ് ലിഫ്റ്റിനെ കുറിച്ചാണ്. അയോണിക് 5ന്റെ ഫേസ് ലിഫ്റ്റിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ മാറ്റം അതിന്റെ ബാറ്ററി പാക്കിലാണ്. 72.6 kWh ബാറ്ററി പാക്ക് ആയിരുന്നത് ഇംപ്രൂവ് ചെയ്ത് 84 kWh ആയി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന പ്രൈസിൽ നിന്നും 12 ലക്ഷം രൂപ കൂടുതലായിരിക്കും പുതിയ മോഡൽ. ഈ ഒരു ബാറ്ററി ഇംപ്രൂവ്മെന്റ് വന്നതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ടായിരുന്ന 631 കിലോമീറ്റർ റേഞ്ച് എന്നുള്ളത് 690 കിലോമീറ്റർ റേഞ്ച് ആയിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒറ്റ ചാർജിങ്ങിൽ കൊച്ചിയിൽ നിന്നും ബാംഗ്ലൂർ വരെ പോകാം. വളരെ യുണീക് ഡിസൈൻ കൊണ്ട് ശ്രദ്ധയാകർഷിച്ച മോഡലാണ് അയോണിക് 5. പുതിയ ഫേസ് ലിഫ്റ്റ് വരുമ്പോഴും പുതിയ എക്സ്റ്റീരിയർ ഡിസൈൻ എലമെന്റ്സ് എല്ലാം ധാരാളം നൽകിയിട്ടുണ്ട്, പ്രത്യേകിച്ചും അലോയ് വീൽസിലും ബമ്പർ എലമെന്റ്സിലും. ഇന്റീരിയറിലേക്ക് വരുമ്പോൾ പുതിയ 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ് നൽകിയിട്ടുള്ളത്. മാത്രമല്ല സേഫ്റ്റിക്കായിട്ട് പാർക്ക് അസിസ്റ്റിംഗ് ഫീച്ചറുകളും നൽകിയിട്ടുണ്ട്. അയോണിക് 5 ഫേസ് ലിഫ്റ്റിന് ഏറ്റവും കോമ്പറ്റീഷൻ ആയിട്ട് വരുന്നത് ടെസ്ല മോഡൽ വൈയും അതേപോലെ തന്നെ കിയ EV6ഉമാണ്. 60 kWh 500 കിലോമീറ്റർ റേഞ്ച് ഓഫർ ചെയ്യുന്ന ടെസ്ല മോഡൽ വൈക്ക് 59.89 ലക്ഷം രൂപയാണ് വില. തൊട്ട് മുകളിലായി 75 kWh 661 കിലോമീറ്റർ റേഞ്ച് ഓഫർ ചെയ്യുന്ന മോഡൽ വൈയുടെ തന്നെ ലോങ് റേഞ്ച് വേരിയന്റ് ആണ് 67.89 ലക്ഷം രൂപയാണ് വില. അതിന് മുകളിലായി വരുന്നത് 84 kWh 663 കിലോമീറ്റർ റേഞ്ച് ഓഫർ ചെയ്യുന്ന കിയ EV6ന്റെ വില 65.97 ലക്ഷം രൂപയാണ്. രണ്ടാം സ്ഥാനത്ത് വരുന്നത് ടെസ്ല മോഡൽ വൈയുടെ ലോങ് വീൽ ബേസ് വേരിയന്റ് ആണ്. ഈ ഒരു വേരിയന്റ് 88 kWh 681 കിലോമീറ്റർ റേഞ്ചാണ് ഓഫർ ചെയ്യുന്നത്. മോഡൽ വൈ ലോങ് റേഞ്ചിനും കിയ EV6നും താഴെയായി 61.99 ലക്ഷം രൂപയാണ് ഇതിന്റെ ഒരു പ്രൈസിംഗ്. കിയ EV6ൽ വരുന്ന അതേ 84 kWh ബാറ്ററി പാക്ക് ആണ് അയോണിക് 5 ഫേസ് ലിഫ്റ്റിലും വരുന്നത്. പക്ഷേ റേഞ്ച് 663 കിലോമീറ്ററിൽ നിന്നും 690 കിലോമീറ്റർ ആയി മാറിയിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു സെഗ്മെന്റിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള EV കൂടിയാണ് അയോണിക് 5 ഫേസ് ലിഫ്റ്റ്. 55.70 ലക്ഷം രൂപയാണ് ഈ ഒരു വാഹനത്തിന്റെ എക്സ്ഷോറൂം വില. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും യുണീക് ഡിസൈനോട് കൂടിയ അയോണിക് 5 ഫേസ് ലിഫ്റ്റ് വാങ്ങുന്നതാണോ അതോ ടെസ്ലയ്ക്കാണോ അതോ കിയ EV6നാണോ നിങ്ങളുടെ മുൻഗണന? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട.